ഹായ്. ശരിക്കും നമ്മൾ ലൈവിൽ വരേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പം ചില കാരണങ്ങൾ കൊണ്ട് ആ നേരത്ത് നമുക്ക് ലൈവിൽ കയറാൻ പറ്റിയില്ല. അപ്പം ശരി, ഇന്നിപ്പോൾ എന്താ നിങ്ങളോട് പറയാ പറഞ്ഞിട്ട് വിചാരിച്ചു. അപ്പം ഇവനാ പറഞ്ഞത് നമ്മൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, അപ്പം അത് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചാലോ എന്ന് പറഞ്ഞു. അതായത് സാധനങ്ങൾ മീൻസ് അച്ഛൻ്റെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ. കൊണ്ടുപോകാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അല്ലേ അച്ഛോ? പിന്നെ വേറെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്താന്ന് കാണിക്കാം. അങ്ങനെ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അതെന്തൊക്കെയാന്ന് ഞങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് എന്താ അച്ഛോ? എൻ്റെ സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗ്. ഇതാണ് അച്ഛന് വാങ്ങിയ സ്കൂൾ ബാഗ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടമായോ? ഇനി 6ാം ക്ലാസ്സിലേക്കാണല്ലോ എന്തായാലും. അപ്പോൾ കുറച്ച് വലിയ ബാഗ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ നേവി ബ്ലൂ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മാത്സ് പറഞ്ഞ ഗോളിക്കടവിലൊരു കടയൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവന് അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങി? അവിടെ നിന്ന് കുറച്ച് നോട്ട് ബുക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇവന് ഇഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ പോണ വഴിയിൽ, അതായത് മാത്സ് കടയ്ക്ക് പോണ വഴിയിൽ ഇങ്ങനൊരു ബാഗ് വേറൊരു കടയിൽ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഡ്രസ്സാണെങ്കിലും ശരി, ഞാൻ ഡ്രസ്സിനായിട്ട് പോകുന്നില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഡിസ്പ്ലേ നോക്കി അങ്ങനെ വാങ്ങുന്നതാട്ടോ ഞാൻ ഡ്രസ്സെല്ലാം. അപ്പോൾ അതേപോലെ തന്നെ ഇതിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് കളറ് മറന്നുപോയി. അപ്പോൾ അവിടെ ഇഷ്ടമായില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഒരു ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു അച്ചു. അപ്പോൾ അതിൻ്റെ കളർ എന്താ അമ്മ പറഞ്ഞു? വയലറ്റ് കളറാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. അപ്പോൾ ഇവ അതിൽ തന്നെ വിളിച്ചു, ശരി വയലറ്റ് കളറെങ്കിൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയിട്ട് ഈ ബാഗ് കാണിച്ചു കൊടുത്തപ്പോൾ ഇവൻ പറയാം, ഇതാണോ അമ്മ വയലറ്റ്? ഇത്ര വലിപ്പമായിട്ടും വയലറ്റ് കളറൊന്നും അറിയില്ലേ? കളറൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ ഇവൻ പറയാ എന്നോട്. അപ്പോൾ ഇതാണ് അപ്പോൾ അതിൻ്റെ ബാഗ്. പിന്നെ നമ്മൾ വിടില്ലല്ലോ. അപ്പോൾ മാത്സ് കടയിൽ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കും കൂടി ഇന്നൊരു ബാഗ് വാങ്ങിക്കാം. ബാഗല്ല മീൻസ് ഞാൻ ബാഗ് ഇങ്ങനത്തെ ബാഗ് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക കേട്ടോ. ഇതാണ് സൗകര്യം, ബാക്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് പോകാൻ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള പേഴ്സ് കേട് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ പേഴ്സ് ഉപയോഗിക്കാറുള്ളൂ. എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ബാഗ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിങ്ങനെ സ്കൂൾ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് യൂസ് ചെയ്യാം. അപ്പോൾ പേഴ്സിന് പകരം ഇതേണ്ട ഞാൻ സാധനം വാങ്ങിയത്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? 178 രൂപയാണ് കേട്ടോ അതിൻ്റെ വില. ഏത് സാധനം? അതൊക്കെ പോകും. പിന്നെ ഇതിനിങ്ങനെ നീളത്തിലൊരു വള്ളിയൊക്കെ ഉണ്ട്. ഇതാണ് ഈ വള്ളി ഇങ്ങനെ തോളിൽ കൂടി നമുക്ക് ഈ സൈഡിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടേണ്ട ബാഗാട്ടോ അത്. അതായത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൽ പിന്നെ ഇതുണ്ടോ, ഈ വള്ളി നമുക്ക് ചെറുതാക്കാനും പറ്റും. ഇവിടെ ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചെടുക്കാം. എന്താ അതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുമ്പോൾ ആ വള്ളി ചെറുതായി വരുന്നുണ്ടോ. അപ്പോൾ നമുക്കത് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി വേണമെങ്കിലും പിടിക്കാം. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ കടയിൽ പോയാൽ നമ്മൾ പെണ്ണുങ്ങൾ കടയിൽ കണ്ട സാധനങ്ങളൊന്നും വിടൂലല്ലോ അല്ലേ. ഇതൊന്നും വാങ്ങണം വിചാരിച്ച് പോയതല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അച്ചൂട്ടി പറയണു, എനിക്കും വേണം എന്തെങ്കിലും പേഴ്സ് പോലെ എന്തെങ്കിലും ഒന്ന്. അങ്ങനെ അവനൊരു വാലറ്റ് പോലെ ഒരു സാധനം വാങ്ങിക്കൊടുത്തു. ഇതാണ്. ഇനി വിലയൊക്കെ ഉണ്ട് കേട്ടോ. ലെതറൊന്നും അല്ല എന്ന് തോന്നുന്നു, പക്ഷെ അത്യാവശ്യത്തിന് എന്താ വിലയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു പേഴ്സ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ പൈസയൊക്കെ ഇവിടെ പോയി. അതിൻ്റെ ഉള്ളിൽ പൈസയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ, നമ്മുടെ അച്ചൂസ്. അപ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവത്തെ പൈസയൊക്കെ മാറ്റിയിട്ട്, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ മാറ്റിയിട്ട് പേഴ്സ് മാത്രം കൊണ്ട് തന്നതാ. ഇതാ എപ്പോഴും ഇവ ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാട്ടാ. എവിടെ പോകണമെങ്കിലും ഇവൻ്റെ പോക്കറ്റിൽ ഇത് കാണും. പിന്നെ നമ്മളൊരു കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചൂട്ടിക്ക് വേണ്ടിയാണ്. എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കുട ഉണ്ട്, അത് മതിയെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ കാശ് കളയണമെന്ന് വിചാരിച്ചപ്പോൾ നന്നായി കേട് വരട്ടെ എന്നിട്ട് എനിക്ക് വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അച്ചൂട്ടിക്ക് നമ്മളൊരു കുട വാങ്ങി. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ വാങ്ങിയത്. വേറെ കളർ വെച്ചോ? ഇതാണ് വയലറ്റ്. ഇപ്പം തുറന്നു നോക്കണം. തുറന്നു. ഞങ്ങളത് അവിടുന്ന് തുറന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടാ. അവൻ കണ്ണ് കുത്തും കണ്ട അവൻ്റെ മേത്തേക്ക് എങ്ങനെ തുറക്കുമെന്ന് വിചാരിച്ചിട്ട്. അയ്യ കണ്ണ് പൊട്ടിക്കാം.
കുട, വയലറ്റ് കുട. പൂക്കളുള്ളതൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള കുടകളായിരുന്നു. അപ്പം നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഈ കുട എടുത്തു അല്ലേ അച്ചു? മടക്കട്ടെ. ഇതാണ് നമ്മുടെ അച്ചൂട്ടിക്ക് വാങ്ങിയ വയലറ്റ് കുട. അപ്പം ഇത് ഇവിടെ വെക്കട്ടെ. പിന്നെ നമ്മൾ വാങ്ങിയത് എന്താ, നോട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോട്ട്സ് പൊതിയാൻ വേണ്ടി പേപ്പർ വാങ്ങിയിട്ടുണ്ട്. പേപ്പർ വാങ്ങിയപ്പോൾ എപ്പോഴും ബ്രൗൺ പേപ്പറാണ് ഇവന് വാങ്ങിക്കൊടുക്കല്. അപ്പോൾ ഇവനെന്താ പറഞ്ഞു, ഇപ്രാവശ്യമെങ്കിലും എനിക്ക് കളറ് മാറ്റി വാങ്ങിത്താമേ, ഈ കളറ് മതി, വൈറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു റോളാണ് വാങ്ങിയത്. ഇനി തികയില്ലെങ്കിൽ അപ്പോൾ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നോട്ട്സ് അത്ര കുറയാന്ന് നമ്മൾ വാങ്ങിയിട്ടില്ല. ഇതേണ്ട, ഇത്രയും നോട്ട്സ് ബുക്കാണ് നമ്മൾ വാങ്ങിയത്. ഇത് നല്ലൊരു കളറ് പച്ച. ഇപ്പം എത്ര നോട്ട്സ് ബുക്കേ വാങ്ങിയിട്ടുള്ളൂ. അത് വരയില്ലാത്തത് ഇപ്പം എത്രನೇ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സ്കൂളിൽ നിന്ന് അവരെ എണ്ണം പറയുമല്ലോ. അപ്പോൾ പിന്നെ അപ്പം ലോക്കലായിട്ട് പിന്നെ വേറെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഇതൊക്കെ പൊതിയണം. ഈ വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് അതെല്ലാം പൊതിയണം. പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് പേനകളാട്ടോ. ഇതെന്താ പേനകൾ. ഇത് നല്ല പേനട്ടാ, എഴുതാൻ നല്ല സുഖമുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് എഴുതി നോക്കിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു എഴുതാൻ. ഇല്ല അച്ഛൻ? നീ നോക്കിയല്ലേ? ഞാൻ നോക്കിയില്ല. നീ നോക്കിയില്ലായിരുന്നു? അപ്പം നോക്കിയായിരുന്നു. നോക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു അത് എഴുതാൻ. പിന്നെ 2 റബ്ബർ. നമ്മുടെ അച്ചൂസിന് തികയാത്തൊരു സാധനമാണ്. എന്താണ്? റബ്ബർ. ഇവൻ എപ്പോൾ നോക്കിയാലും ഇപ്പം ഈ റബ്ബർ കൊണ്ടുപോയിന്ന് വെച്ചോളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ റബ്ബർ കാണാണ്ടാവില്ല. ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും എൻ്റെ ബാഗിൽ നിന്ന്. അപ്പം അങ്ങനെ റബ്ബറിൻ്റെ ആവശ്യം ഇവിടെ ഭയങ്കര. കട്ടറൊക്കെ ഉണ്ടാവും. കട്ടർ, പേനകൾ, പുസ്തകങ്ങൾ അതെല്ലാം ഉണ്ടാവും. ഇടയ്ക്ക് ടെക്സ്റ്റ് ബുക്കും കാണാതാവും. ഓക്കെ, എവിടെ പോകുന്നു ആർക്കറിയാം. എന്നിട്ട് ഞാൻ പിന്നെ പോയി പുതിയ പ്രിൻ്റ് എടുത്ത് അത് പുസ്തകമാക്കിയിട്ട് കൊണ്ടു കൊടുക്കും. ബോട്ടിൽ. പിന്നെ അവന് വെള്ളം കുടിക്കാൻ വേണ്ടി വാങ്ങിയത് ഈ ബോട്ടിലാണ്. അതായത് ഇവന് ഇതത്ര ഇഷ്ടമായത്, ഈ നേവിയുടെ. എനിക്ക് പട്ടാളത്തിൻ്റെ ഓടേ എന്നാണ് അവിടുന്ന് കടയിൽ നിന്ന് പറഞ്ഞത്. അപ്പം അത് വാങ്ങിച്ചു. പിന്നെ വേറെ ബോട്ടിൽ സ്റ്റീലിൻ്റെ വടി ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഇടയ്ക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തത്. അതായത് ഇവൻ ചൂടുവെള്ളമൊന്നും കൊണ്ടുപോകാറില്ല. ഞാനും ചൂടുവെള്ളം കുടിക്കാറില്ല കേട്ടോ. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറി. അതുകൊണ്ട് പിന്നെ നമ്മൾ കുടിക്കാറില്ല, ചൂടുവെള്ളം കുടിക്കാറില്ല. ചൂടുവെള്ളം കുടിക്കും എപ്പോൾ അറിയാം. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നല്ല എരിവുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമല്ലോ. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ ആ ഒരു എരിവോട് കൂടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം കുടിക്കും കേട്ടോ. അല്ലാതെ ചൂടുവെള്ളം കുടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈപ്പ് വെള്ളമൊക്കെ നമ്മൾ ഈ പാലക്കാട് ഇവിടെയൊക്കെ അട്ടപ്പാടിയിലൊക്കെ വന്ന ശേഷമാണ് പൈപ്പ് വെള്ളം യൂസ് ചെയ്യുന്നത്. ഇപ്പം മലപ്പുറത്ത് എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ കിണറിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം, പാറയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം. കിണർ തന്നെ, പക്ഷെ അടി പാറയാണ്. അപ്പോൾ ആ പാറയിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുകൊണ്ട് നമുക്ക് അത് തിളപ്പിച്ചാറ്റേണ്ട ആവശ്യമൊന്നും വരാറില്ല കേട്ടോ. വേറെ ചളിവെള്ളമൊന്നും വരാനില്ല. അവിടങ്ങളിൽ പിന്നെ ഇങ്ങനെ 5 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റ് അങ്ങനെയല്ലല്ലോ വീട്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാകും. ആ സ്ഥലത്തിൻ്റെ സൈഡിലൊരു വീട്. അങ്ങനെയാണ് നമ്മുടെ അവിടങ്ങളിലൊക്കെ. അപ്പം അതുപോലെയാണ് നമ്മൾ ജീവിച്ചത്. ഇപ്പോഴല്ലേ ഈ 5 സെൻറ്റും 4 സെൻറ്റിലൊക്കെ വീട് വയ്ക്കാൻ തുടങ്ങിയത്. അവിടെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ് ഞാൻ വേറെ എവിടേക്ക് എത്തണല്ലേ സാധനങ്ങൾ കാണിക്കാൻ വന്നത്. പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണെന്നറിയാം? കട്ടർ. ഈ കട്ടർ, പല്ല്, ഇവന് ഈ വക സാധനങ്ങളോടാണ് ഇവന് എപ്പോഴും ഇഷ്ടം കേട്ടോ. ഇങ്ങനെ പല്ല്, നാക്ക്, മൂക്ക്, മുത്ത് തിളങ്ങുന്ന എന്തെങ്കിലും അതൊക്കെയാണ് ഇവന് ഭയങ്കര താല്പര്യം. അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഈ പല്ല്. ഇത് തുറക്കാം. തുറന്നു. അപ്പം ഇതാണ് ഒന്ന്. പിന്നെ പുസ്തകം വരുമ്പോൾ ഞാൻ സ്റ്റാപ്ലർ ഉപയോഗിക്കാറില്ല. കയ്യിലൊക്കെ കുത്തില്ലേ, എനിക്കിപ്പം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഓമനത്തം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നത് സെല്ലോ ടേപ്പാണ് ഉപയോഗിക്കട്ടെ, അത് ഒട്ടിക്കാനൊക്കെ, കവർ ഒട്ടിക്കാനൊക്കെ. പിന്നെ അപ്പോൾ അതെന്തായിരുന്നു, ഇതിന് കുറച്ച് നല്ല പൈസ ആയി. ബാഗിന് വേറെ കടയിൽ നിന്നാണ് എനിക്ക്. അതിനൊക്കെ തന്നെ നല്ല പൈസ ആയി. പൈസ ആയപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, എന്താ പിന്നെ നെയിം സ്ലിപ്പ് ഫ്രീ വെക്കാൻ പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും അവർ വെച്ച് 2 ഷീറ്റ് നെയിം സ്ലിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ചിത്രങ്ങളൊന്നുമില്ല, പ്ലെയിനാണ്.
അപ്പോൾ പിന്നെ ഒരു സ്കെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്കെയിൽ ഇവിടെ എവിടെ ഉണ്ട്. അതിപ്പോൾ ഇന്നലെയാണല്ലോ വാങ്ങിയത്. അതുകൊണ്ട് ആ സ്കെയിൽ അവിടെ എവിടെയോ വെച്ചു. ഇനിയിപ്പോൾ അത് നോക്കിയെടുത്തിട്ട് വേണം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്നലെ വാങ്ങിയതിട്ട്. അതിന് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങണം. അത് വഴിയെ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ വന്നതാണ്. ലൈവും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് പോവാ വന്നിട്ട് ഞങ്ങൾ വെറുതെ കയറിയതാണ്. അപ്പം എന്നാൽ ഇറങ്ങട്ടെ. ടാറ്റാ ബൈ.